മേയറുമായി തർക്കത്തിലേർപ്പെട്ട KSRTC ഡ്രൈവർ യദു ഇപ്പോൾ തിരക്കോട് തിരക്കിലാണ്. കേസും വക്കാണവും ഒരു ഭാഗത്ത്, സ്വീകരണവും പിന്തുണയും അഭിനന്ദന പ്രവാഹവും മറുഭാഗത്ത്, സഹായ വാഗ്ദാനങ്ങളുമായി ആളുകളുടെ വരവ് വേറൊരു ഭാഗത്ത്. KSRTC ഡ്രൈവറും മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള തർക്കം ഇന്ന് കേരളത്തിനകത്തും പുറത്തും ചൂടുള്ള ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാണ്. എതിർകക്ഷികൾ തിരുവനന്തപുരം മേയറും ഭർത്താവ് ബാലുശ്ശേരി MLA സച്ചിൻ ദേവുമായതുകൊണ്ട് KSRTC ഡ്രൈവർ യദുവിനെ സമൂഹ മാധ്യമങ്ങൾ ഇരുകൈയും നീട്ടി ഏറ്റെടുത്തു. പ്രതിപക്ഷ പാർട്ടികൾ യദുവിന് പിന്തുണ നൽകിയപ്പോൾ വിഷയത്തിന്റെ കാഠിന്യം കൂടി. നിങ്ങൾ തെറ്റോ ശരിയോ ചെയ്തെന്നുള്ളതല്ല, അതിനെ അന്വേഷിക്കാൻ വേറെ ആളുണ്ട്. ഇവിടെ മേയർക്കും MLAക്കും തമ്പുരാന്മാരൊന്നുമല്ല. നിങ്ങൾ തെറ്റ് ചെയ്തെങ്കിൽ നിങ്ങളെ അവർ പരാതിപ്പെടണം, അതാണ് ഞങ്ങളുടെ നിലപാട്. അതല്ലേ ശരി. സ്വീകരണങ്ങൾക്ക് പുറമെ ധാരാളം ഫോൺ കോളുകളും വരുന്നുണ്ട്. യൂറോപ്പ്, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിൽ നിന്നും സഹായ വാഗ്ദാനങ്ങളുമായിട്ടാണ് വിളി വരുന്നത്. എന്നാൽ ഇപ്പോഴൊന്നും സ്വീകരിക്കുന്നില്ല എന്ന് യദു പറയുന്നു. ഒത്തിരി പേര് പൈസയൊക്കെ തരാമെന്ന് പറഞ്ഞ ഗൾഫിൽ നിന്നും, മുംബൈ, ഡൽഹി ഒക്കെ. ഞാൻ പറഞ്ഞു വേണ്ട, പറയാൻ പറ്റില്ല, നമ്മളെ പെടുത്താൻ വേണ്ടിയിട്ട് പല രീതിയിൽ ആളുകൾ നോക്കും. അതുകൊണ്ട് കേസ് കിടക്കണോണ്ട് ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. കടം ഇനിയിപ്പോൾ വീട്ടിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കടം വാങ്ങിച്ചാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് അറിഞ്ഞൂടാത്ത ആളുകളിൽ നിന്ന് കടം വാങ്ങിച്ച് അവസാനമായി അവർ പറയും ഇവരെ പിന്നെ ഇങ്ങനെ ഒരു വേറെ അവർ പറയുകയാണ് ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഇങ്ങനെ പറയണമെന്ന് പറയും, അല്ലെങ്കിൽ BMSൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഇങ്ങനെ പറയണമെന്ന് പറയും. അതുകൊണ്ട് ഞാൻ ആരെയും നിന്ന് പൈസ വാങ്ങിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ കമന്റുകൾ വായിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും തൻ്റെ പിറകെയാണെന്നാണ് യദുവിൻ്റെ ഭാഗം. അഭിനന്ദനം മാത്രമല്ല കേട്ടോ, പച്ചത്തെറിയും ദിവസവും ഫോണിലൂടെ യദുവിനെ തേടിയെത്തുന്നുണ്ട്. എന്തായാലും മേയറും യദുവും തമ്മിലുള്ള തർക്കം അവസാനിക്കും വരെ യദുവിനെ ഒന്ന് ഫോണിൽ കിട്ടണമെങ്കിൽ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. അത് പിന്തുണയ്ക്കാനായാലും ചീത്ത വിളിക്കാനായാലും. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു MLനൊപ്പം റിപ്പോർട്ടർ വിഷ്ണു കരുവാരകുണ്ട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.